ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, എന്തായാലും നമുക്ക് അവരെ കൊല്ലാനൊരു അവസരം കിട്ടും. കാരണം ആ അവസരം എങ്ങനെയാണ് വരുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എടാ, ഇപ്പൊ കല്യാണത്തിനും ഡ്രസ്സ് എടുക്കാനും ജ്വൽസ് വാങ്ങാനും ഒക്കെ അവർ പുറത്തിറങ്ങും. ആ സമയത്ത് ഓരോ സ്ഥലത്തും നമുക്ക് ആയുധമായിട്ട് നിന്നൂടെടാ. അങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടക്കും. കാർത്തികയെ കൂട്ടാണ്ട് അവരാരും ഒന്നും മേടിക്കാൻ പോവില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈസി ആയിട്ട് നടക്കും. അതല്ലേ ചെയ്യേണ്ടത്? ആ അതേടി, അത് തന്നെ ഞാൻ ചെയ്യും. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച എൻ്റെ ജീവിതം തകർത്ത, എനിക്ക് സ്വത്തുക്കളൊന്നും കിട്ടാതിരിക്കാൻ കാരണക്കാരായ രണ്ടെണ്ണത്തിനെ ഞാൻ എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. തീർക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ഓടി നടക്കും. ഒരു കത്തിയും ഒരു തോക്കും ഉണ്ടായാൽ മതി. അടുത്താണ് മതിയെങ്കിൽ കത്തി കൊണ്ട് കുത്താം, ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ തോക്ക് കൊണ്ട് വെടിയും വെക്കാം. എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിക്കണം സ്റ്റെഫി. എങ്ങനെയെങ്കിലും സാധിച്ചേ മതിയാവും. അതേടാ, അതിന് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. എന്തായാലും ഒരവസരം കിട്ടിയാൽ ഉടനെ നമുക്ക് അവനെ തീർക്കാം. ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായിട്ട് മാറും. അതെ, അത് ശരിയാണ്. നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾക്ക് നേടിയെടുക്കണം. എന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. സ്റ്റെഫി ആണെങ്കിൽ ഗംഗയെ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഗംഗ ചോദിക്കും, എന്താടി എന്തു പറ്റി? ഇല്ലടാ, എങ്ങനെയെങ്കിലും അവരെ കൊല്ലണം. എന്നിട്ട് വേണം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ. എത്ര പ്രാവശ്യം നമ്മൾ കൊല്ലാൻ ശ്രമിച്ചു. അതിനിടയിലേക്ക് ഓരോരുത്തരായിട്ട് കയറി വരിക. ആ കിരൺ, കല്യാണിയുടെ അമ്മ, ഇവരൊന്നും നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. അതെനിക്കറിയാലോടി, എന്തു ചെയ്യാനാ? ഇടയിലേക്ക് വരുന്നവർ ചത്തേ പറ്റൂ. എന്തായാലും കാർത്തികയെയും ലക്ഷ്മിയെയും കൊല്ലാനായിട്ട് ചിലപ്പോൾ നമുക്ക് എത്ര പേരെ കുരുതി കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. എന്നാലും കുരുതി കൊടുക്കണം. അവരൊക്കെ ചാകട്ടെ, അതായിരിക്കും നല്ലത്. നമ്മൾ അവരെയും പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ ഇരുന്നാലുണ്ടല്ലോ, അവസാനം എല്ലാവരും ചാകും, അതുറപ്പാ. ചാകുന്നവരൊക്കെ ചാകട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയുടെ കഴുത്തിൽ അവൻ താലി കെട്ടാൻ പാടില്ല. കാർത്തികയുടെ കല്യാണവും നടക്കരുത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ജോലിയിൽ തിരക്കാവും. അങ്ങനെ തിരക്കായി കഴിയുമ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. അവർ ജോലി തിരക്കിൽ ഇതായി നിൽക്കുമ്പോൾ ഓരോരുത്തരെയായിട്ട് നമുക്കങ്ങ് തീർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയിങ്ങനെ ഇരിക്കും. ഈ സമയം പിന്നീട് നമ്മുടെ ഹരിയേട്ടനെയാണ് കാണിക്കുന്നത്. ഹരിയേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സരയി വരിക. ഹരി സാറേ, ഇതൊന്ന് നോക്കിയേ എന്നും. അത് കേട്ടതും ഹരി അത് മേടിച്ച് നോക്കുക. ആഹാ, കൊള്ളാലോ, ഇപ്പൊ സരയു എല്ലാം പെട്ടെന്ന് പഠിച്ചല്ലോ. അത് പിന്നെ മുമ്പൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇതെൻ്റെ സ്വന്തം സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എൻ്റെയും കൂടിയാണെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹരി സാറേ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും അസലായിട്ടുണ്ട്. ഇനിയിപ്പോൾ സരയുവിനെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സരയു എല്ലാം പഠിച്ചെടുത്തു. മിടുക്കിയ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിയേട്ടൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സരയുവിനെ പുകഴ്ത്തുക. ഈ സമയം കിരൺ വരിക. ഹരിയേട്ടാ, എന്താ സാറേ? അതെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എങ്ങനെയുണ്ട് സരയുവിൻ്റെ വർക്കൊക്കെ? സരയു ഇപ്പം മിടുക്കിയായിട്ട് ചെയ്യുന്നുണ്ട് സാറേ. ഞാൻ സരയുവിനെയും ഹരിയേട്ടനും ഒരു കാര്യം ഏൽപ്പിക്കാൻ വന്നതാ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനും കല്യാണിയൊന്നും കമ്പനിയിലേക്ക് എത്തി നോക്കാൻ പറ്റില്ല. ഇവിടേക്ക് വരാതെ കാർത്തികയുടെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാർത്തികയുടെ കാര്യം അറിയാലോ, ഏത് നിമിഷവും ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ടാവണം. കല്യാണിക്ക് പിന്നെ അവളുടെ അമ്മ മരിച്ചതുകൊണ്ട് തീരെ ഇനിയിപ്പോൾ തിരിച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് അവളും വരില്ല. പിന്നെ കമ്പനിയൊക്കെ മുന്നോട്ട് നോക്കി നടത്തണം. നീ വേണം സരയു എല്ലാം നോക്കി നടത്തില്ലേ? അത് നീ പ്രത്യേകം പറയണോടാ. നീ എന്നെ ഒരു ജോലി ഏൽപ്പിച്ച എൻ്റെ സ്ഥാപനം പോലെ ഞാനത് നന്നായിട്ട് നോക്കും. എനിക്കതിൽ ഒരു കുഴപ്പമില്ല. എടാ, ഞാനൊരു ആപത്ത് സംഭവിച്ചു നിന്നപ്പോൾ എൻ്റെ ജീവിതം നടുകടലിലായ അവസ്ഥയിലായപ്പോൾ നീയും കല്യാണിയുടെ അമ്മയും ഒക്കെയാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ ആൻറ്റിയും അങ്കിളും ഒക്കെ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ നന്ദി മറക്കില്ലടാ, ഒരിക്കലും മറക്കില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എനിക്ക് സങ്കടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. ഹരി സാറേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവൻ, എൻ്റെ ജീവിതം തകർത്തവൻ, അവൻ മാറിയെന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അവനെ കൊണ്ടുപോയി ജയിലിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അത് കേട്ടതും അത് തെറ്റായിപ്പോയി സാറേ എന്നും നമ്മുടെ ഹരിയേട്ടൻ കിരണിനോട് പറയാ. പറ്റിപ്പോയി ഹരിയേട്ടാ, അവൻ മാറിയെന്നാ ഞങ്ങൾ വിചാരിച്ചത്. എൻ്റെ കിരണെ, അവൻ ഒരിക്കലും മാറില്ല. അവന് മാറാനും കഴിയില്ല. പഠിച്ച കള്ളനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ മാറിയെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കും. അവനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എല്ലാവരെയും കയ്യിലെടുത്ത് വീണ്ടും എൻ്റെ കൂടെ തന്നെ കൂടാനുള്ള പരിപാടി അവന്.
അത് നടക്കില്ല കിരൺ. എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഇനി എനിക്ക് ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ കഴിയില്ല. സാരമില്ല സാർ, ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ചെയ്യില്ല. എന്തായാലും നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇനി ഞങ്ങൾ ചെയ്യില്ല. നിന്റെ അറിവില്ലാതെ ഒന്നും ചെയ്യില്ല. പ്ലീസ്, ദൈവത്തെ ഓർത്ത് അവനെ മാത്രം എൻ്റെ മോളെ കാണിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയിങ്ങനെ നിൽക്കുക. എന്നാൽ ശരി, ഞാൻ ചെല്ലട്ടെ. ആ ഗംഗാപ്രസാദ് അവനെ കൊല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല കിരണേ. ഇപ്പൊ തന്നെ കല്യാണിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു. ആ സങ്കടത്തിൽ എല്ലാവരും. കല്യാണിയുടെ അമ്മയുടെ വിയോഗം ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ നിനക്കും കൂടെ ആ ഗംഗാപ്രസാദിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ കല്യാണി മൊത്തത്തിൽ അങ്ങ് ഇല്ലാതെയാവും. ഗംഗാപ്രസാദിന്റെ പിന്നാലെ നീ അലയുമ്പോൾ സൂക്ഷിക്കണം. എന്തായാലും അവന്റെ കയ്യിൽ ആയുധം ഉണ്ടാവും. ആ ആയുധം അവൻ എടുത്തു കഴിഞ്ഞാൽ ആപത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. സാരമില്ല സരയോ, എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ മരിച്ചില്ലെങ്കിൽ ആ ഗംഗാപ്രസാദിനെ ഞാൻ കൊന്നിരിക്കും. ഇതെൻ്റെ കടുത്ത തീരുമാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങ് പോവുക. പാവം, അവനാകെ സങ്കടത്തിലായ സാറേ. അവൻ്റെ അമ്മായിയമ്മ, അതായത് കല്യാണിയുടെ അമ്മയെന്ന് പറയുന്നത് അവന് സ്വന്തം അമ്മയെ പോലെയായിരുന്നു. അമ്മയെ പോലെയാണ്, സ്വന്തം മോനെ പോലെയാണ് ആ അമ്മ കിരണിനെ സ്നേഹിച്ചത്. അതുമാത്രമല്ല, ഒരമ്മായിയമ്മ മരുമക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം ആ അമ്മ കൊടുത്തിട്ടുണ്ട്. കല്യാണിയെ എങ്ങനെ സ്നേഹിക്കുന്നോ അതേപോലെ തന്നെയാണ് കിരണിനെ സ്നേഹിച്ചത്. അതുപോലെ തന്നെ കിരണും തിരിച്ചങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു കിരണും സ്നേഹിച്ചിരുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു ദേഷ്യവും സങ്കടവും വാശിയും വൈരാഗ്യവും ഒക്കെ ഇപ്പോഴും കിരണിൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും പോവാനുള്ളവർ പോയി, ഇനി ഉള്ളവരുടെ ജീവനെങ്കിലും രക്ഷിക്കണ്ടേ? അതേ സരയോ, പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞാൽ കിരൺ സാറ് കേൾക്കില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും കാർത്തികയെയും കല്യാണിയെയും നയനയെയും കാദംബരിയാണ്. അവർ മൂന്നുപേരും കൂടെ ഓഡിറ്റോറിയമൊക്കെ നോക്കുക. ഇവിടെ വെച്ചായിരിക്കും അല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അതെ, ഇതെന്തായാലും നല്ല സ്ഥലമാണ്. പക്ഷേ ഒരേ ഒരു ടെൻഷൻ, റൂമിൽ സൗകര്യം കുറവാണല്ലോ. ഇതെന്ത് സൗകര്യം കുറവ്? നല്ല സൗകര്യമുണ്ട് ചേച്ചി, ഇതിന് കുഴപ്പമൊന്നുമില്ല. ആ കാർത്തിക ചേച്ചിക്ക് പിന്നെ പ്രത്യേകമായിട്ട് ഒന്നും ആഡംബരമൊന്നും ആവശ്യമില്ലാത്തതാ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്നേ എന്നൊക്കെ പറയാണ്. കാർത്തിക ചേച്ചിക്ക് ഇതൊക്കെ തന്നെ വലിയ സന്തോഷം. ഓഡിറ്റോറിയം ഓക്കെ ആണെന്ന് ലക്ഷ്മി അമ്മയെ വിളിച്ച് പറയുകയും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക. ഇനിയിപ്പോൾ അമ്മയെക്കുറിച്ച് ഓർത്തിരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും കല്യാണിയെ കാർത്തിക ചേച്ചിയുടെ കല്യാണം നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയും ബൈജുവിനെയും നമ്മുടെ രതീഷിനെയാണ്. അവർ മൂന്നുപേരും ഓഡിറ്റോറിയത്തിൻ്റെ വാതിക്കൽ നിൽക്കുക. കല്യാണി വന്നതുകൊണ്ട് കാർത്തികയും കൂടെ ഉണ്ടാവുമെന്ന് ആ ഗംഗാപ്രസാദിന് സംശയം കാണും. അതുകൊണ്ട് എന്തായാലും അവൻ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 4 കണ്ണും വെച്ച് വേണം നമ്മൾ അവനെ നോക്കാൻ. എന്തായാലും നമുക്ക് അവൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഏത് വഴിയും അവൻ വരാൻ റെഡിയാവും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മുങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ വേണം പരിശോധിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ബൈക്കിൽ വരിക. നല്ല താടിയൊക്കെ നീട്ടി വളർത്തി കട്ടി മീശയൊക്കെ ഉള്ള ഒരാൾ. കണ്ടാൽ ശരിക്കും റൗഡിയെ പോലെ തന്നെയുണ്ട്. ഒരു ഗുണ്ട നടന്നു വരുന്ന പോലെ മാസ്ക് ഇട്ടിട്ടുണ്ട്. ഈ സമയം ഡാഡാ ബൈജു, രതീഷേ ആരോ വരുന്നുണ്ട്, ആരാ നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 3 പേരും കൊണ്ട് ചെല്ലുക. ഏയ് ആരാ, എന്താ, എന്ത് വേണം, ആ മാസ്ക് ഒന്ന് മാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അയാളുടെ മാസ്ക് വലിച്ചൂരാൻ മാറ്റുമ്പോഴത്തേക്കും കിരണിൻ്റെ കയ്യിൽ കയറി തടഞ്ഞു പിടിക്കും അയാൾ. അത് കണ്ടത് കിരൺ അയാളെ ഒരു ഒറ്റ ഇടി കൊണ്ട് അയാൾ പോയി തെറിച്ചു വീണു. അയ്യോ, എന്താ സാറേ ഇത്, എന്തിനാ എന്നെ ഇടിക്കുന്നേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്താ സാറേ? സോറി, നിങ്ങൾ ആരാന്ന് പറ. ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാ. ജോലിക്കാരനാണെങ്കിൽ അതങ്ങ് ആദ്യമേ പറഞ്ഞുകൂടെ പുള്ളിക്കാരന് വെറുതെ തല്ലുകൊണ്ടു വല്ല ആവശ്യമുണ്ടോ? അല്ല, നിങ്ങളെന്തിനാ എന്നെ തല്ലിയത്? സോറി ചേട്ടാ, ഒരബദ്ധം പറ്റിയതാ. ഒരു ഗുണ്ട അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ജാരപ്പണിക്ക് വന്നവൻ വല്ലതും ആയിരിക്കുമെന്ന്. സോറി ചേട്ടാ, എന്നാ ഈ പൈസ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ആശ്വസിപ്പിക്കുക. കയ്യിൽ കാശ് കിട്ടിയതും അയാൾക്ക് ഭയങ്കര സന്തോഷമായി. സാരില്ല സാറേ, സാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം കല്യാണിയും നയനയും കാദംബരിയും കൂടെ അവിടെ നിന്നിട്ട് ഇവരെ പോന്നു. അവര് നമ്മളുടെ പിന്നാലെ തന്നെയുണ്ട്. കിരണേട്ടൻ്റെ സംഘവും നമ്മളെ ഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാപത്ത് സംഭവിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മുടെ പിന്നാലെ നടക്കുന്നത്. സാരമില്ല സാറേ, സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ഇനിയെങ്കിലും ആരാന്ന് അന്വേഷിച്ചിട്ട് അടിക്കും സാറേ. നല്ല വേദനിച്ചു, സോറി ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചിട്ട് ഇപ്പോൾ കാശ് പിടിച്ചിട്ട് അയാൾ പോവുക. ഈ സമയം കല്യാണി, എന്താ കിരണേട്ട എന്ത് പറ്റി? ഒന്നും പറയണ്ട കല്യാണി, ഇപ്പോൾ ആരെ കണ്ടാലും ഗംഗാപ്രസാദിനെ പോലെ തോന്നുന്നേ. അവൻ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി വന്നാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗംഗാപ്രസാദ് വേഷം മാറി വന്നാന്ന്. അതുകൊണ്ട് ഒരടിയും കൊടുത്തു.
എന്താ കിരണേട്ടാ ഇത്? അവൻ കാരണം നിരപരാധികൾക്കും തല്ലുകൊള്ളുക. ആ സാരമില്ല, ഇപ്പം എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. അല്ല എങ്ങനെയുണ്ട് ഓഡിറ്റോറിയം ഒക്കെ? ഇഷ്ടപ്പെട്ടോ? ആ ഓഡിറ്റോറിയം ഒക്കെ സൂപ്പറാ കിരണേട്ടാ. എങ്ങനെയെങ്കിലും കാർത്തിക ചേച്ചിയെയും അമ്മയെയും ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എല്ലാം റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയൊക്കെ ഇങ്ങനെ നിൽക്കുക. ആ ചേച്ചി, നമുക്കിതിൻ്റെ പിൻഭാഗം കൂടെ പോയി നോക്കാം വാ എന്നും പറഞ്ഞ് അവർ മൂന്നേരും കൂടെ അങ്ങോട്ട് പോയി. ഈ സമയം പിന്നീട് പ്രകാശനെ കാണിക്കുന്നത്. പ്രകാശൻ പത്രവും വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണെങ്കിൽ ദേ വരുന്നു കാർത്തികയും നമ്മുടെ ലക്ഷ്മി അമ്മയും കൂടെ. ബാഗും ഉണ്ട് കയ്യിൽ. അച്ഛാ ഞങ്ങൾ ഇറങ്ങുക. എന്താ മോളെ ഇത്? എങ്ങോട്ട് പോകുന്നു? എന്താ പ്രകാശേട്ടാ, ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കില്ല, ഞങ്ങൾ പോണൂന്ന്. പിന്നെ എന്തിനാ പ്രകാശേട്ടൻ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ കരുതി നിങ്ങൾ തമാശ പറയുവാന്നാ. എന്താ ഇത്? നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരാൻ തയ്യാറായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എല്ലാവരും. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ പ്രകാശേട്ടാ? ഞങ്ങൾ ഇവിടെ നിന്ന എല്ലാവർക്കും ആപത്താണ്. അങ്ങനെയുള്ളപ്പോൾ എന്ത് സംഭവിച്ചാലും ആർക്കും ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല പ്രകാശേട്ടൻ, ഞങ്ങൾ പോവുക. കല്യാണിയും കാദംബരിയും ഒക്കെ മോൾക്ക് വേണ്ടി മണ്ഡപം നോക്കാൻ പോയിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അവരോട് പറഞ്ഞാൽ മതി പ്രകാശേട്ടാ. കാരണം ഇനി ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. എല്ലാം കൊണ്ടും ആകെ തകർന്നു. ഞങ്ങൾ കാരണം ലക്ഷ്മി കല്യാണിൻ്റെ അമ്മ മരിച്ചത്. ആ അമ്മ ഇടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളായിരുന്നു. പക്ഷേ പാവം കല്യാണി ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുക. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മനസ്സ് മരവിച്ചു പോയച്ചാ. ഇനി എനിക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മോളെ ആയിക്കോട്ടെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അവൻ കാരണം ആർക്കും ഒരാപത്ത് സംഭവിക്കരുതെന്നേ പറയൂ. അതുകൊണ്ട് മോൾ അകത്തേക്ക് കയറി ചെല്ല്. ലക്ഷ്മി, ഞാൻ പറയുന്നത് കേൾക്കില്ല. ഇല്ല പ്രകാശേട്ടൻ ഞങ്ങളോട് ക്ഷമിക്ക്. ഇനി ഞങ്ങളത് കേൾക്കില്ല. ഞങ്ങൾ കാരണം ഒരാപത്തും ആർക്കും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല പ്രകാശേട്ടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പോകും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ ബൈജുവിനെ വിളിക്കാം. ബൈജുവിനെയും കിരണിനെയൊക്കെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. അത് വേണ്ട. ബൈജുവിൻ്റെയും അച്ഛൻ്റെയും കൂടെ അവിടെ കല്യാണിൻ്റെ അമ്മയും കൂടെ വന്നതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് കുത്തു കിട്ടിയത്. ഇനി നിങ്ങൾ ആരെയും കുരുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവന് വേണ്ടത് ഞങ്ങളെയാ. ഞങ്ങളെ വേണമെങ്കിൽ അവൻ എടുത്തോട്ടെ. ഞങ്ങളുടെ ജീവൻ എടുത്തിട്ട് അവന് സന്തോഷം കിട്ടുവാണെങ്കിൽ അവൻ സന്തോഷിച്ചോട്ടെ. പക്ഷെ ഒരിക്കലും ഇനി നിങ്ങൾ ആരെയും കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ചാ എന്നും പറഞ്ഞ് കാർത്തികയും ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. മക്കളെ, എനിക്കിപ്പോൾ തന്നെ ഇഷ്ടം പോലെ അസുഖമുണ്ട്. ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇനി നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കണമെന്നാണോ? അച്ഛാ, ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അച്ഛന് ടെൻഷൻ തന്നെയാണ്. അതുകൊണ്ട് പോയിട്ട് വരാച്ചാ, ഞങ്ങളെ പോകാൻ അനുവദിക്കേ. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. കല്യാണമൊക്കെയാ അച്ഛനിക്ക് കല്യാണത്തിന് തന്നെ താല്പര്യമില്ല. കാരണം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം ദിലീപേട്ടനെ കൂടെ കുരുതി കൊടുക്കാൻ എനിക്ക് പേടിയാ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക നിലവിളിക്കുക. കരയണ്ട മോളെ, കരയണ്ട മോള്, വിഷമിക്കാതെ എല്ലാം ശരിയാവും. ആ ഗംഗാപ്രസാദിനെ കൊല്ലാനൊരു അവസരം കിട്ടിയ അവനെ കൊന്നിട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആശ്വസിപ്പിക്കുക. ഈ സമയം പ്രകാശനെ കെട്ടിപ്പിടിച്ചിട്ട് പോയിട്ട് വരാച്ച എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും ലക്ഷ്മിയും അവിടെ നിന്നും പോവുകയാണ്. അവർ പോയി കഴിഞ്ഞു. പോയതും പ്രകാശന് പേടിയും ടെൻഷനും സങ്കടമൊക്കെ ഒരുമിച്ച് വരിക. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കേൾക്കാതെ പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയൊക്കെയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണിയും ഇതൊക്കെ വരിക. എങ്ങനെയുണ്ട് കല്യാണി, എല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ അച്ഛൻ വിളിച്ചായിരുന്നു. എന്തു പറ്റി? എന്തിനാ അച്ഛൻ വിളിച്ചേ? അത് കാർത്തിക ചേച്ചിയും ലക്ഷ്മി അമ്മയും വീട്ടിൽ നിന്ന് പോയിന്ന്. പോയിന്നോ? എന്തിന്? അത് പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന്. അവരവിടെ നിന്നാൽ നമുക്ക് ഇനിയും ആപത്ത് സംഭവിക്കുമെന്ന് കരുതിയിട്ട് പോയിരിക്കുക. ഈശ്വര, അവർക്ക് വേണ്ടിയാ നമ്മളെല്ലാവരും ഇത്രയും പാടുപെട്ട് ഓടുന്നത്. എന്നിട്ട് അവരെന്ത് പണിയാ കാണിച്ചത്? എന്ത് ചെയ്യാനാ കിരണേട്ടാ? ചേച്ചിയുടെ മനസ്സ് മുഴുവനും വിഷമ. കാരണം എൻ്റെ അമ്മ പോയതിൻ്റെ കാരണക്കാർ അവരാണെന്നും പറഞ്ഞ് അവർ നടക്കുക. അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നാലും അവരുടെ ചിന്ത അങ്ങനെയാ. എന്ത് ചെയ്യാനാ കിരണേട്ടാ? ഇത്ര പറഞ്ഞിട്ടും കേട്ടില്ല. പോയിന്നും പറഞ്ഞ് അച്ഛനിപ്പം എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അവരെ ഫോൺ വിളിച്ച് വരുത്താം. എന്നാലൊന്നും അവർ വരില്ല എന്ന് തീരുമാനം എടുത്ത് പോയതുകൊണ്ട് അവർ ഉറപ്പായിട്ടും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും കാദംബരി ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ വരാം, ഒന്ന് ഫോണിൽ സംസാരിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയാണെങ്കിൽ അങ്ങോട്ട് പോവുക. ഇതിപ്പോൾ വലിയൊരു ആപത്താണല്ലോ. കിരൺ സാറേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലടാ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. കുറച്ച് ദൂരം പോലും വേണ്ട, ഒരു 2-3 മിനിറ്റിൻ്റെ ദൂരം.
പക്ഷെ എന്നാലും അവരത്രയും ദൂരം യാത്ര ചെയ്യുന്നത് തന്നെ ആപത്താ. അപ്പം നയന കിരണേട്ടാ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് മനസ്സിൽ തോന്നലുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്ന ആർക്കും ഒരാപത്തും സംഭവിക്കരുതെന്ന്. അതുകൊണ്ടായിരിക്കും അവർ പോയത്. ഇനിയിപ്പോൾ ആ ഗംഗാപ്രസാദ് തീരാതെ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ നയനെ? ഇനി എല്ലാവരും കൂടെ അവരെ കൂടെ ആപത്തിൽ ചാടിക്കുമെന്നാണ് എൻ്റെ പേടി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കേട്ടത് നയനെ ഞെട്ടുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.